നൈറ്റ് ഐറ്റി മാവേലിക്കരയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കാൽക്കുലേഷൻ ക്ലാസ്സുകളാണ് ഇപ്പോൾ എടുക്കുന്നത്. മെൻസുറേഷനിലെ ഹോളോസ്ഫിയറിൻ്റെ വോളിയവും വെയിറ്റും കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. നമ്മൾ നേരത്തെ സ്ഫിയറും ഹോളോസ്ഫിയറും ഒക്കെ പറഞ്ഞതാണ്. ഇപ്പോൾ ഹോളോസ്ഫിയറിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ, സാധാരണ വെയിറ്റ് കണ്ടുപിടിക്കാൻ വോളിയത്തെ ഡെൻസിറ്റി കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യും. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. Calculate the weight of a hollow sphere cast from brass if the outside and inside diameter are 100 millimeter and 70 millimeter respectively, and the density of brass is 6.75 gram per cc. എന്ന് പറഞ്ഞാൽ നമുക്ക് വെയിറ്റ് ഹോളോസ്ഫിയറിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. അതിൻ്റെ ഔട്ട്സൈഡ് ഡയമീറ്ററും ഇൻസൈഡ് ഡയമീറ്ററും തന്നിട്ടുണ്ട്, അതുപോലെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യമേ നമ്മൾ ഹോളോസ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അതിനെ ഡെൻസിറ്റി തന്നിരിക്കുന്ന ഡെൻസിറ്റി കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ വെയിറ്റ് കിട്ടും. അപ്പോൾ ഇതിന് തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? ഔട്ട്സൈഡ് ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഇൻസൈഡ് ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ വോളിയം ഓഫ് ഹോളോസ്ഫിയർ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. 4/3 പൈ ഇൻറ്റു ക്യാപിറ്റൽ ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഡയമീറ്ററിൻ്റെ ക്യൂബിക് മൈനസ് സ്മാൾ ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് റേഡിയസിൻ്റെ ക്യൂബ്. അപ്പോൾ ഫോർമുല ഒന്നുകൂടെ പറയാം. 4/3 പൈ ഇൻറ്റു ആർ ക്യൂബ് മൈനസ് ആർ ക്യൂബ്. ആദ്യത്തെ ആർ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഡയമീറ്ററിൻ്റെ പകുതി, അതായത് റേഡിയസ്. രണ്ടാമത്തെ ആർ എന്ന് പറയുന്നത് ഇൻസൈഡ് ഡയമീറ്റർ അല്ലെങ്കിൽ ഇൻസൈഡ് റേഡിയസ് ആണ്. ഓർക്കുക, നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് ഒന്ന് എഴുതി നോക്കാം. എന്താ ഔട്ട്സൈഡ് ഡയമീറ്റർ? എത്ര തന്നിരിക്കുന്നത്? ഔട്ട്സൈഡ് ഡയമീറ്റർ സമം 100 mm എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 100/2 സമം 50 mm എന്ന് പറഞ്ഞാൽ അത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. അടുത്തത് ഇൻസൈഡ് ഡയമീറ്റർ ആണ്. എന്താണ് ഇൻസൈഡ് ഡയമീറ്റർ? അത് തന്നിരിക്കുന്നത് 70 mm. അതുകൊണ്ട് ഇൻസൈഡ് റേഡിയസ് ആർ സമം 70/2 സമം 35 mm എന്ന് പറഞ്ഞാൽ 3.5 സെൻറ്റിമീറ്റർ. പിന്നെ തന്നിരിക്കുന്നത് അതിൻ്റെ ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി സമം 6.75 gram per cc. അപ്പം നമുക്കിനി അതിൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് വെയിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം? വോളിയം കണ്ടുപിടിക്കണം. വെയിറ്റ് സമം വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ എന്തിൻ്റെ വോളിയം കണ്ടുപിടിക്കണം? ഹോളോസ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. വോളിയം ഓഫ് ഹോളോസ്ഫിയർ സമം 4/3 പൈ ഇൻറ്റു ഔട്ട്സൈഡ് റേഡിയസിൻ്റെ ക്യൂബിക്, അതായത് ആർ ക്യൂബ് മൈനസ് സ്മാൾ ആർ ക്യൂബ് ഇൻസൈഡ്. ഇനി പൈയുടെ വില നമുക്കറിയാം. പൈ സമം 22/7. അപ്പം നമുക്ക് നോക്കാം. 4/3 ഇൻറ്റു 22/7 ഇൻറ്റു 5ൻ്റെ ക്യൂബ് മൈനസ് 3.5ൻ്റെ ക്യൂബ്. നോക്കാം. ഇത് 22 കൂടെ 4 88/21 ഇൻറ്റു 5 25 125 മൈനസ് 33.5ൻ്റെ ക്യൂബ് സമം എത്രയായിരിക്കും? 42.875. 42.875. ഇത് ഇനി നമുക്ക് ബ്രാക്കറ്റിലുള്ളത് കുറച്ച് നോക്കാം. 125 മൈനസ് 42.875 5 2 1 2 8 82.125. അപ്പോൾ എത്രയായി? 88/21 ഗുണം 82.125.
ഇനി നമുക്ക് ഈ 88 ഗുണം 82.125 എത്ര കിട്ടും? അതിൻ്റെ ഗുണനഫലം നോക്കിക്കുകയും അതിൻ്റെ ഗുണനഫലം നോക്കിക്കുകയും ഏതാണ്ട് 7227 എന്ന് കിട്ടും. അപ്പോൾ നോക്കുക, 7227 ഡിവൈഡഡ് ബൈ 21 ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 344.14 344.14 എന്ന് കിട്ടും. 4 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഇതിന്റെ വോളിയം കിട്ടി. നമുക്ക് എത്രയൊക്കെ കിട്ടി? 344.14 സെന്റിമീറ്റർ ക്യൂബ് വോളിയം കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതാ ഇതിന്റെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. weight is equal to volume into density. സമം വോളിയം 344.14 into 6.75 സമം 2322.96 2322.16 ഗ്രാം പെർ സി സി. ഇതിനെ നമുക്ക് സ്ഥാനത്തിന് ക്രമീകരിച്ച് എഴുതിയാൽ 2323 ഗ്രാം പെർ സി സി. ഇതിനെ കിലോഗ്രാം ആക്കിയാലോ? 2323 ഡിവൈഡഡ് ബൈ 1000 സമം 2.323 കിലോഗ്രാം. ഓക്കെ, ഒരു പ്രോബ്ലം കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ പറയട്ടെ. എ സ്പെറിക്കൽ കാസ്റ്റ് അയൺ പീസ് of 38 centimeter diameter is melted down and cast in a conical mold, the base of which is 51 centimeter diameter. Find its height. ഇവിടെ പറഞ്ഞത് ഒരു ബോളുണ്ട്, പിന്നെ അയൺ കൊണ്ടുണ്ടാക്കിയ ഒരു ബോൾ. അതിനെ 38 സെന്റിമീറ്റർ ഡയമീറ്റർ ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മെൽറ്റ് ചെയ്യുന്നു, ഉരുക്കുന്നു. ഉരുക്കിയിട്ട് എന്താ ചെയ്യുന്നത്? ഒരു ഐസ്ക്രീം, കോൺ ഐസ്ക്രീം ഇല്ലേ, അതുപോലുള്ള ഒരു ഷേപ്പുള്ള ഒരു മോൾഡിലേക്ക്, ഒരു കോണിലേക്ക് മെൽറ്റ് ചെയ്ത് ഒഴിക്കുന്നു. ഒഴിച്ച് കാസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ അതൊരു കോണാണ്. ആ കോണിൻ്റെ ബേസ് ഡയമീറ്റർ എത്രയാണ്? 51 സെന്റിമീറ്റർ ഡയമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോണിൻ്റെ ഹൈറ്റ് എത്ര ആയിരിക്കും എന്നാണ് ചോദ്യം. പറഞ്ഞത് മനസ്സിലായോ? ഒരു ബോൾ, അതിനെ നമ്മൾ മെൽറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു? റീകാസ്റ്റ് ചെയ്ത് രണ്ടാമത് ഇതുപോലൊരു കോൺ അപ്പോൾ ഒഴിച്ചാൽ അതിൻ്റെ ബേസ് എത്രയായിരുന്നു? 51 സെന്റിമീറ്റർ. ഇത് 51 സെന്റിമീറ്റർ. ഇതാണെങ്കിലോ 38 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ പുതുതായി ലഭിച്ച കോണിൻ്റെ ഹൈറ്റ് എത്ര ആയിരിക്കും? അത് മനസ്സിലായി. നമ്മൾ കുഴച്ച് ഉരുട്ടി വെച്ചിരുന്ന ഒരു ബോൾ, അതായത് ഗോതമ്പ് മാവ് കൊണ്ട്, ആട്ട കൊണ്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചുരുട്ടി ഒരു ബോളാക്കി വെച്ചിരുന്നു. അത് നമ്മളൊരു ഐസ്ക്രീം, പിന്നെ കോൺ ഐസ്ക്രീമിൻ്റെ കോണിലേക്ക് നിറച്ച് വെച്ചാൽ അതിനെന്തുമാത്രം ഹൈറ്റ് കിട്ടും? അപ്പം ഒന്നും ഓർത്തോളം, ബോളിൻ്റെ വോളിയവും അതിനകത്തുണ്ടായിരുന്ന മാവിൻ്റെ അളവും ഈ കോണിൻ്റെ മാവിൻ്റെ അളവും ഒന്ന് തന്നെയാണ്. അതായത് ഈ സ്പിയറിൻ്റെ വോളിയവും അതുപോലെ കോണിൻ്റെ വോളിയവും ഏതാണ്ട് തുല്യം തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്ക് രണ്ടിൻ്റെ വോളിയത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് എച്ച് ഹൈറ്റ് കണ്ടുപിടിക്കാം, കോണിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. അപ്പം തന്നിരിക്കുന്നതെന്ന് എഴുതി നോക്കാം. ഇതൊക്കെ തന്നെ ഡയമീറ്റർ ഓഫ് സ്പിയർ ഈസ് ഈക്വൽ ടു 38 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസ് എത്ര ആയിരിക്കും? 19 സെന്റിമീറ്റർ. അതുപോലെ ഇനി കോണിൻ്റെ ബേസ് ഡയ ഓഫ് കോൺ ഈസ് ഈക്വൽ ടു 51
1 സെൻറ്റിമീറ്റർ. അപ്പോൾ റേഡിയസ് എന്തായിരിക്കും? അത് നമുക്ക് എത്ര കണ്ടുപിടിക്കാം? 51 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 25.5 സെൻറ്റിമീറ്റർ. അപ്പോൾ കിട്ടി. ഡയമീറ്റർ ഓഫ് സ്പിയർ എന്ന് പറയുന്നത് 19 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ബേസ് ഡയ ഓഫ് കോൺ എന്ന് പറയുന്നത് 25.5 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്ന? ഹൈറ്റ് ഓഫ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് കോണും ഈസ് ഈക്വൽ ടു, രണ്ട് തുല്യമാണ്. എന്താ? വോളിയം ഓഫ് സ്പിയറും എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് കോൺ എന്ന് പറയുന്ന ഫോർമുല എന്താ? 1/3 πr² h. എന്താ? വോളിയം കോണിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഫോർമുല 1/3 πr² h ആണ്. എന്നാൽ വോളിയം ഓഫ് സ്പിയറോ 4/3 πr³ ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? h ആണ്. അപ്പൊ h ഈസ് ഈക്വൽ ടു 4/3 πr³ ഡിവൈഡഡ് ബൈ 1/3 πr² എന്നാണ് h ഈസ് ഈക്വൽ. എന്ന് പറഞ്ഞാൽ ഇതിനെ എങ്ങനെ എഴുതാം? 4/3 πr³ ഇതിനെ നമുക്ക് എന്താ? 4 πr³/3 ഡിവൈഡഡ് ബൈ πr²/3 എന്ന് പറഞ്ഞാൽ ഇതിനെ എന്താക്കാം? 4/3 πr³ ഡിവൈഡഡ് ബൈ, ഇതിനെ തിരിച്ചിടുമ്പോൾ ഇൻറ്റു 3/πr² എന്ന് കിട്ടും ഇല്ലേ? ഇതിനെ തിരിച്ചിടണ്ടേ? അത് നമ്മൾ റെസിപ്രോക്കലിട്ട് ഗുണിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ മൂന്നും കൂടെ ക്യാൻസൽ ആകും. ഈ പയ്യും കൂടെ പോകും. അപ്പോൾ ബാക്കി എന്തായാലും 4r³ ഡിവൈഡഡ് ബൈ r² എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു അതേതാ? r³ സ്പിയറിൻ്റെ ഇത് 19. 4 × 19 × 19 ഡിവൈഡഡ് ബൈ ഇത് r². അത് ഏതാ? പിന്നെ കോണിൻ്റെ അതിൻ്റെ ബേസ് എത്ര? 25.5 × 25.5. മനസ്സിലായോ? ഇതിൻ്റെ r എന്ന് പറയുന്നത് 19. അത് 19 × 19 × 19 r³ അത് r 19 ആണ്. ഇത് r² ആണ്. അത് 25.5 × 25.5. ഓർക്കുമല്ലോ? ഇനി നമുക്കത് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. പത്തൊൻപത് ഇൻറ്റു 19 × 4 സമം അത് 27 ഡിവൈഡഡ് ബൈ, ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് 25.5 ഗുണം 25.5 സമം 650.25. 650.25. അപ്പോൾ ഇത് കിട്ടി 27,436 ഡിവൈഡഡ് ബൈ 650.25 സമം ഹരിച്ചാൽ 42.193 സെൻറ്റിമീറ്റർ. അപ്പോൾ ഹൈറ്റ് എത്ര കിട്ടി? ഹൈറ്റ് ഈസ് ഈക്വൽ ടു 42.193 സെൻറ്റിമീറ്റർ.